കാര്യത്തിൽ കേരളത്തിൽ നമുക്ക് തോന്നും എല്ലാവരും ഓൾമോസ്റ്റ് ഒരുപോലെയാണെന്ന്. പക്ഷേ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഇനിക്വാലിറ്റി വളരെ കൂടുതലാണ്. കൺസംഷൻ പാറ്റേൺ എടുത്ത് നോക്കുമ്പോഴും ഇനിക്വാലിറ്റി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ ഈ എഐയെ സംബന്ധിച്ച് പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഇനിക്വാലിറ്റീസിനെ ഉള്ള ഇനിക്വാലിറ്റീസിനെ എഐ ഭയങ്കരമായിട്ട് കൂട്ടും എന്ന് പറയാറുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലി ചെയ്യാനും എഐക്ക് കഴിയുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എഐ കേരളത്തിലെ എക്സിസ്റ്റിംഗ് ഇനിക്വാലിറ്റീസ് അത് പലതരത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇനിക്വാലിറ്റി, കാസ്റ്റ് ഇനിക്വാലിറ്റി, ജെൻഡർ ഇനിക്വാലിറ്റി, ഇതിനെല്ലാം എങ്ങനെയായിരിക്കും എഐ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ? ഇത് കേരളത്തിൽ പലപ്പോഴും അത്ര ഒരു അസമത്വം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാറില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അതിനൊരു പക്ഷേ ഒരു കാരണം ഉണ്ടാവുമായിരിക്കാം. 20-ാം നൂറ്റാണ്ടിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെയുള്ള വർഗ രാഷ്ട്രീയം ഇപ്പോൾ ധാരാളം പേരുകളുണ്ടല്ലോ. പി കൃഷ്ണപിള്ള മുതൽ തുടങ്ങി നിന്നോളം ധാരാളം പേരുകളുണ്ട്. അപ്പം ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഗതി നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ദിവസവേതനവും മറ്റുമൊക്കെ ഏറ്റവും കൂടി ഏൽക്കുന്ന സംസ്ഥാനമാണ്. ഇതര സംസ്ഥാനങ്ങൾ പോലെയല്ല, ധാരാളം വ്യവസ്ഥകൾ ഉണ്ട്. ഈ ധാരാളം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ തോതിലുള്ള മൈഗ്രേഷൻ കേരളത്തിലേക്ക് ചില മേഖലകളിലും മറ്റുമൊക്കെ വരുന്നത്. ഇത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ കേരളത്തിനെ സവിശേഷമായ അർത്ഥത്തിൽ ബാധിക്കാൻ കൂടുതൽ ശേഷിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ വ്യവസ്ഥയുണ്ടല്ലോ. കൂടുതൽ വ്യവസ്ഥയുള്ളപ്പോൾ കൂടുതൽ വ്യവസ്ഥയെ തല്ലി തകർക്കുന്ന സംഗതികൾ വരുമ്പോഴത്തേക്കും അത്തരം ഇമ്പാക്റ്റുകൾ ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി പോലും ഒരു 20 വർഷത്തിന് ശേഷം ഉണ്ടാവണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിക്വാലിറ്റിയും എഐയും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ പുസ്തകത്തിലെ പല കാര്യങ്ങളോടും യോജിപ്പുണ്ട്. ഓട്ടോമേറ്റിംഗ് ഇനിക്വാലിറ്റി എന്നുള്ളൊരു പുസ്തകമുണ്ട്. വെർജീനിയ യൂബാങ്ക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഈ ഓട്ടോമേറ്റിംഗ് ഇനിക്വാലിറ്റി ഭയങ്കര ആകർഷകമായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ആ പുസ്തകത്തിൻ്റെ വ്യാപ്തിക്ക് അപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ എഐ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി എന്ത് തരം ടെക്നോളജിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവേ സാങ്കേതിക വിദ്യ ഓട്ടോമേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഇറ വ്യവസായ വിപ്ലവത്തിൻ്റെ സമയത്തുള്ള ഓട്ടോമേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പ്രക്രിയയുടെ അനുകരണം എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും വരിക. എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുള്ള ഓട്ടോമേഷൻ എങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തൊഴിലാളി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. ആ തൊഴിലാളിയെ ഒരാൾ വന്ന് നിരീക്ഷിക്കുന്നു. അയാളാണ് ഓട്ടോമേഷൻ്റെ ഏജൻറ്റ്. അയാൾ നിരീക്ഷിക്കുന്നു, തൊഴിലാളി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, 1 2 3 4 കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഓരോ കാര്യങ്ങളെയും എടുത്ത് അതിനെ ഒരു ടൂളിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യിക്കുക. എന്നിട്ട് ഈ ടൂളുകളെല്ലാം കൂടെ ചേർന്നൊരു മെഷീൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ രീതിയിൽ വരച്ച് കാട്ടിയത് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള നിലയ്ക്കൊക്കെ അറിയും. പക്ഷേ അദ്ദേഹം ഈ ഓട്ടോമേഷൻ്റെ ടെക്നോളജിയുടെ എക്കോണമിയെക്കുറിച്ച് പഠിക്കുന്ന അദ്ദേഹത്തെ മാർക്സും മറ്റുമൊക്കെ പിന്നീട് കോട്ട് ചെയ്യുന്നുണ്ട്. വിയോജിപ്പുകളും ഉണ്ടായിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെ അനുകരണം എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇന്ന് ഒരു മനുഷ്യന് പകരം യന്ത്രം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ചെയ്തത് എന്നുള്ളത് സെയിം മെക്കാനിസം യന്ത്രം ചെയ്യുന്നു എന്നുള്ളതാണ് ട്രഡീഷണലി വരുന്നൊരു ഓട്ടോമേഷൻ. പക്ഷേ അതേസമയം എഐയുടെ ഓട്ടോമേഷൻ ഇങ്ങനെയല്ല. എഐയുടെ ഓട്ടോമേഷൻ 1950 ട്യൂറിംഗ് കൊണ്ടുവന്നൊരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ആ ട്യൂറിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കും. എന്നാലും ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഔട്ട്കംസിൻ്റെ അനുകരണമാണ്. എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്താണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുകരണം ശരിയാണോ അല്ലേ എന്നുള്ളത്, ഓട്ടോമേഷൻ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഈ ട്യൂറിംഗ് ടെസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഹാൻഡിലോട്ട് നമ്മൾ മെസ്സേജുകൾ അയക്കുന്നു. ആ മെസ്സേജുകൾക്ക് റെസ്പോൺസ് വരുന്നു. ആ റെസ്പോൺസുകളുടെ അടിസ്ഥാനത്തിൽ അപ്പുറത്തുള്ളത് മനുഷ്യനാണോ ബോട്ടാണോ, മനുഷ്യനാണോ മെഷീനാണോ എന്നുള്ളത് നമ്മൾ അനുമാനിക്കണം. അങ്ങനെ നമുക്ക് മനുഷ്യനാണെന്ന് തോന്നുകയും പക്ഷേ യഥാർത്ഥത്തിൽ അപ്പുറത്ത് മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഫ്രെയിമിങ്ങിൽ തന്നെ ഉള്ളത് പ്രക്രിയയല്ല അനുകരിക്കേണ്ടത്, ഔട്ട്പുട്ട്സ് മാത്രം അനുകരിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ പ്രക്രിയ എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ ഓഡിറ്റൊക്കെ ചെയ്യുമ്പോഴേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്യൂ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ സർക്കാർ മേഖലയിലും മറ്റുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഈ ഇന്നയാൾക്ക് കൊടുത്തത് ഔട്ട്കംസ് വെച്ചിട്ടില്ല. ഇന്നയാൾക്ക് ഇന്ന പെൻഷൻ കൊടുത്തു എന്നോ അല്ലെങ്കിൽ വെൽഫെയർ പെൻഷൻ കൊടുത്തു എന്നോ അതുപോലുള്ള കാര്യങ്ങൾ ഔട്ട്കം വെച്ചിട്ടല്ല, പ്രക്രിയ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കോടതിയിലും മറ്റൊക്കെ ഇതിന് വ്യവഹാരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രക്രിയ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ എ ഉപയോഗിക്കുമ്പോൾ ഈ പ്രക്രിയ ഒപ്പേക്കാണ്. പ്രക്രിയ എന്തും ആവട്ടെ ഔട്ട്കം വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ AI മോഡൽസൊക്കെ വളരെ വലിയ മോഡൽസാണ്. അതിന് നമുക്ക് പ്രക്രിയ എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ ഒരു AI ചാറ്റ് ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന സിനിമയിൽ ആരാ അഭിനയിച്ചത്, തെറ്റായിട്ട് ഉത്തരം പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു AI മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഇത് തെറ്റായിട്ട് ഉത്തരം പറഞ്ഞു, ശരിയാക്കി തരുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ചോളം ഇത് ഏത് വെയിറ്റാണ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല. ഏത് വെയിറ്റ് മാറ്റിയാലാണ് ഇത് ശരി ഉത്തരം, ഈ
ഈ ശരി ഉത്തരം തരിക എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം അത് എൻട്രൻച്ച്ഡ് ആണ്. ഈ പ്രക്രിയയുടെ അനുകരണം, പ്രക്രിയ എന്തും ആയിക്കൊള്ളട്ടെ, ഔട്ട്കംസ് വന്നാൽ മതി എന്നുള്ളത് അതിൽ എൻട്രൻച്ച്ഡ് ആണ്. ഈ ഔട്ട്കംസ് എന്ന് പറയുന്ന ഔട്ട്കംസ് മാത്രം വരിക, എന്ത് പ്രക്രിയയും ആവാം എന്ന് പറയുമ്പോൾ അതിനൊരു ഡീറെഗുലേഷൻ്റെ സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തും ആയിക്കൊള്ളട്ടെ, സംഗതി നടന്നാൽ മതി എന്നുള്ളൊരു സംഗതി. അപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ഫ്രീഡമാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ കാർഷിക നിയമങ്ങളുടെ മറ്റൊക്കെ കാര്യത്തിലറിയാം, ഒരു എക്സ്ട്രാ ഫ്രീഡം, ആ എക്സ്ട്രാ ഫ്രീഡം കൊണ്ടുവരുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ AI കൊണ്ടുവരുന്ന എക്സ്ട്രാ ഫ്രീഡംസ് ഉപയോഗിക്കാൻ ആർക്കാണ് ശേഷിയുള്ളത് എന്നുള്ളത്, ഓൾറെഡി വലിയ തോതിലുള്ള മൂലധനം മറ്റുമൊക്കെ ഗുണങ്ങളും മറ്റുമൊക്കെ പറ്റിയിട്ടുള്ളവർ, ധാരാളം സമ്പത്തുള്ളവർ, അവർക്ക് ഈ എക്സ്ട്രാ ഫ്രീഡം പെട്ടെന്ന് ഉപയോഗിക്കാം. അതിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്ത് അതിനെ എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഫ്രീഡമാണല്ലോ അത് കിട്ടുന്നത്. ഡീറെഗുലേഷൻ എല്ലാത്തിനും ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ AI വരുമ്പോൾ ലഭിക്കുന്ന അധിക സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗിക്കാനായിട്ട് ശരിക്കും മുതലാളിമാർക്കാണ് കൂടുതൽ സാധിക്കുക. ആ അർത്ഥത്തിൽ അവിടെ മുള്ളിമുറുക്കി കൊടുക്കുന്ന തൊഴിലാളിക്ക് ഈ എക്സ്ട്രാ ഫ്രീഡം ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ AIയുടെ ഒരു ആന്തരികമായിട്ടുള്ള യുക്തി, ഈ പ്രക്രിയ എന്തോ ആയിക്കൊള്ളട്ടെ, ഔട്ട്കംസ് ശരിയായാൽ മതി എന്നുള്ള യുക്തി തന്നെ ശരിക്കും പറഞ്ഞാൽ ഇനിക്വാലിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ തരത്തിൽ സഹായിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. AIയുടെ ലോകം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ 5-6 വലിയ കമ്പനികൾ, ഇവരെല്ലാവരും തന്നെ ട്രംപിൻ്റെ 2ാമത്തെ ഇനോഗ്രേഷന് ഒപ്പം ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോർക്കണം. ഈ 5-6 പേരുടെ കയ്യിൽ ഒരു രംഗം മുഴുവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ മറ്റൊരു രംഗമുണ്ടോ? മറ്റെന്തെങ്കിലും ഒരു വ്യവസായ രംഗത്ത് ഇങ്ങനൊരു കോൺസെൻട്രേഷൻ ഉള്ളതായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പം എണ്ണയുടെ മറ്റൊക്കെ, അത് ഈ ജോഗ്രഫിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇത്തരം ഒരു കോൺസെൻട്രേഷൻ സാധ്യമാക്കുന്നത് തന്നെ AIയുടെ അകത്തുള്ള ഈ ആന്തരികമായിട്ടുള്ള ഈ ഒരു വ്യവസ്ഥയാണ്. പ്രക്രിയ എന്തുമായിക്കൊള്ളട്ടെ, ഔട്ട്കംസ് അട്രാക്റ്റീവ് ആയാൽ മതി എന്നുള്ള വ്യവസ്ഥയാണ്. ആ അർത്ഥത്തിൽ അതിന് ഇനിക്വാലിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ തോതിൽ ഒരു ശേഷി എന്ന് വെച്ചാൽ ഞാൻ നല്ല അർത്ഥത്തിലല്ല സ്വാഭാവികമായിട്ടും പറയുന്നത്, അത് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ദീപക്, താങ്കൾ പറഞ്ഞ പോലെ ഈ AIയുടെ യുക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറച്ച് കമ്പനികളും കുറച്ച് സ്ഥലങ്ങളും, ഇപ്പോൾ സിലിക്കൺ വാലിയിലാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ചൈന സിലിക്കൺ വാലി, ഈ അമേരിക്കയും ചൈനയാണ് ഓൾമോസ്റ്റ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ കുറച്ച് കമ്പനികൾ. അപ്പോൾ അതിൽ നിന്ന് മാറി കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് AIയുടെ ഭാവിയെപ്പറ്റി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനെങ്കിലും പറ്റുമോ? ഒരു വളരെ നല്ല ചോദ്യമാണ്. എന്ന് വെച്ചാൽ AI എന്ന് പറയുന്നത് എത്ര അധികം ഡേറ്റ ഉണ്ടോ അത്രത്തോളം മെച്ചമുള്ള AI ഉണ്ടാക്കാമെന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറുകിട AI എന്ന് പറയുന്നത് എന്താണ്? ചെറുകിട AI എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു AI ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണുക. പക്ഷേ ഈ AI എന്ന് പറയുന്നതിൽ 2 ഘടകങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ആ രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഡേറ്റ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ അൽഗോരിതം ഉണ്ട്. ഈ ഡേറ്റ മാത്രം എടുത്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണതല്ല. ഈ ഡേറ്റ എടുത്തിട്ട് ഒരു മോഡൽ സൃഷ്ടിക്കുന്നു. ആ മോഡൽ സൃഷ്ടിക്കുന്നതിലൂടെ ആ മോഡൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മോഡലിലൂടെയാണ് ഈ മോഡൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഈ കഴിഞ്ഞൊരു 30 വർഷം കൊണ്ട് ഈ AIയിലുള്ള 2 കോമ്പണൻസ്, ഈ ഡേറ്റയും അൽഗോരിതം, ഡേറ്റയും തിയറി എന്ന് കൂട്ടാം. തിയറിയാണ് അൽഗോരിതത്തിൻ്റെ രൂപത്തിൽ വരുന്നത്. ഈ ഡേറ്റയും തിയറിയും തമ്മിലുള്ള അനുപാതത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 10-25 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു AIയുടെ ഒരു റിസർച്ച് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ തിയറംസ് ഉണ്ടാവും, പ്രൂഫ്സ് ഉണ്ടാവും. ഇന്ന് അതൊന്നുമില്ല. ഇന്നൊരു ആർക്കിടെക്ചർ, ഇന്ന ഡേറ്റ സെറ്റ് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ്. ഈ ഡേറ്റയും തിയറിയും തമ്മിലുള്ള അനുപാതത്തിൽ ഡേറ്റയ്ക്ക് വലിയ അപ്രമാദിത്വം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡേറ്റയ്ക്ക് വലിയ അപ്രമാദിത്വം വരുമ്പോഴത്തേക്കും അതിന് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ ഇൻവാലിഡ് ആകുമ്പോൾ, ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് കോഡിങ്ങിനും മറ്റുമൊക്കെ, പ്രോഗ്രാമിങ്ങിനും മറ്റുമൊക്കെ ധാരാളമായിട്ട് ഈ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്, AI ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഇന്നത്തെ ഈ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. പൈത്തണിൽ ഇന്ന കോഡ് തരൂ, ഇന്ന ചെയ്യാനുള്ള കോഡ് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തരും. പക്ഷേ ഇതിപ്പോൾ നാളെ ഒരു പക്ഷേ പൈത്തൺ മാറി ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മറ്റെന്തെങ്കിലും ഒരു കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് പോയി എന്ന് കരുതുക. ഈ ടൂളുകളൊന്നും വർക്ക് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഡേറ്റ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഈ തിയറി ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഡേറ്റ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റയുടെ പ്രൈമസി വരുമ്പോൾ അത് ഇൻറ്റേർണലി ഒരു ഫ്രെജിലിറ്റി ഉണ്ട്. ആ ഡേറ്റ സൃഷ്ടിച്ച വ്യവസ്ഥ കുറച്ച് മാറുമ്പോൾ ആ ഡേറ്റയുടെ അപ്രമാദിത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട സാങ്കേതിക വിദ്യ ഇൻവാലിഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു പക്ഷേ തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ തിയറി എന്നുള്ളത് എന്ത് തരത്തിലായിരിക്കണം, എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നുള്ള രീതിയിലും മറ്റൊക്കെ, എന്ത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ള നിലയ്ക്കും മറ്റൊക്കെ ആ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള AI,
നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി കൃത്യമായി തീരുമാനിക്കുക. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ഈ ഡേറ്റയെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഹിസ്റ്റോറിക്കലാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നേരത്തെയുള്ള ഡേറ്റ ആണല്ലോ എടുക്കുന്നത്, അതിനുശേഷം മുന്നോട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്നുള്ള പാറ്റേൺസിനെ എടുത്തിട്ട് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. പ്രൊജക്റ്റിംഗ് ദ പാസ്റ്റ് ഓൺ ടു ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ സൂചിപ്പിക്കുന്നുണ്ട്. വ്യവസ്ഥ നിശ്ചലമാണ്, ഹിസ്റ്ററി ഇല്ല എന്നുള്ള തരത്തിലാണ്, എന്ന് വെച്ചാൽ ചേഞ്ച് ഇല്ല എന്നുള്ള തരത്തിലാണ് അസംഷൻ. നേരത്തെയുള്ള ഡേറ്റ ഇനിയും ഉപകരിക്കും, എന്ന് വെച്ചാൽ സമൂഹം മാറുന്നില്ല, ചരിത്രം എന്നുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഒരു അസംഷൻ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ഡേറ്റ, ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഡേറ്റയ്ക്ക് വളരെ സെക്കൻഡറി ആയിട്ടുള്ള റോളായിരിക്കും വരിക. ഇതിന് ഒരുപക്ഷെ ഞാൻ വീണ്ടും ഈ മാനിഫെസ്റ്റോയിലാന്ന് തോന്നുന്നു ഒരു വാചകം ഉള്ളത്, മുതലാളിത്ത സമൂഹത്തിൽ ഈ പാസ്റ്റ് ഡോമിനേറ്റ്സ് ദ പ്രസൻറ്റ് എന്നും പിന്നീട് ഒരു പുരോഗമന സമൂഹത്തിൽ പ്രസൻറ്റ് ഡോമിനേറ്റ്സ് ദ പാസ്റ്റ് എന്നും മാർക്സും എംഗൽസും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ ആവശ്യവും നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, നമ്മളെങ്ങനെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഡേറ്റ ഉപയോഗിക്കുക. അല്ലാതെ ഈ ഡേറ്റയെ കേവലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം, അപ്പോൾ ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും ഒരേ ആവശ്യം വരുന്നത് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് മാത്രമാണ്. നമ്മുടെ ഇവിടുത്തെ ആവശ്യം വ്യത്യസ്തമായിരിക്കും, മറ്റൊരു ഗ്രാമത്തിലെ ആവശ്യം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പക്ഷേ ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക്കിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു പക്ഷേ AI നിർമ്മിക്കാൻ സാധിച്ചേക്കും എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഈ ഡേറ്റ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഇതിൽ വരുമ്പോഴാണ് നമുക്കൊരു പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. ഏറ്റവും വലിയ ഡേറ്റ ഉള്ളത്, ഏറ്റവും മികച്ച AI, നമ്മളെത്ര കൂട്ടിയാലും ഇത്രയല്ലേ കൂടുള്ളൂ, അതുകൊണ്ട് കാര്യമില്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത് അവിടെ നിന്നാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് വളരെ ശക്തമായിരുന്നു. പക്ഷേ പിന്നെ പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള ഒന്നും ഇവിടെ വലുതായിട്ട് ചുവട് പിടിച്ചില്ല. അപ്പോൾ ദീപക് പറഞ്ഞ പോലെ വേറൊരു AI പറ്റി ചിന്തിക്കുമ്പോൾ, ഈ ഒരു ഹിസ്റ്ററി വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? ഇപ്പോൾ കേരളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെയും അത്തരം മൂവ്മെൻറ്റുകളുടെ ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ളൊരു പ്രദേശം തന്നെ ആയിരുന്നു. ഇന്ത്യയിലുള്ള ഒട്ടനവധി ഫോഴ്സ് മൂവ്മെൻറ്റുകളിൽ ഒരുപാടെണ്ണം കേരളത്തിനകത്തുണ്ടായിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാറ്റ്ഫോം എക്കോണമിയുടെ കാലഘട്ടത്തിലെത്തുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല. അത്തരമൊരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഒരു സഹകരണ സംവിധാനങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു അലസത കൊണ്ടാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ അന്നത്തെ ഫോഴ്സ് മൂവ്മെൻറ്റിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം വലിയ ബുദ്ധിശാലികളും വലിയ ആൾക്കാരുമായിരുന്നു. അതിനുശേഷം പിന്നെ അത്ര ബുദ്ധിയില്ലാത്ത കുറേ മനുഷ്യന്മാർ വന്നു. അതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ അല്ല. ഒന്നാമത്തത്, ഫോഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചെയ്തത് കോഡിൻ്റെ ഡെമോക്രട്ടൈസേഷനാണ്. അതായത് നമ്മളൊരു പണ്ട് നമുക്കറിയാം വിൻഡോസ്, ലിനക്സ് കൊടിയ തർക്കങ്ങൾ നടക്കും. അവിടെ ഒറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കോഡിൻ്റെ അവകാശമാർക്കാണ്. കോഡ് എനിക്ക് എൻ്റേതായ ആവശ്യത്തിന് പുനരുപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കോഡിൻ്റെ രഹസ്യാത്മകത പൊളിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവമായിരുന്നു. അവിടെ ലിനക്സ് വളരെ പുരോഗമനപരമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും അത് ഉണ്ടാക്കിയ മാറ്റങ്ങളെ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുകയും ചെയ്തു. അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പ്ലാറ്റ്ഫോം വരുമ്പോൾ എന്താ കുഴപ്പം? പ്ലാറ്റ്ഫോം കോഡിൻ്റെ ഡെമോക്രട്ടൈസേഷൻ എന്ന ആശയത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു തലത്തിലാണ് നിൽക്കുന്നത്. പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സെൻട്രലൈസേഷനാണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യണമെങ്കിൽ അതിന് കുറേ സംവിധാനങ്ങൾ വേണം, സാങ്കേതികമായ സംവിധാനങ്ങൾ വേണം. ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം ഒരു വലിയ ഫാം ഉണ്ടെങ്കിൽ, സെർവർ ഫാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം വലിയ കമ്പനികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം പൈസയാണ്. അപ്പോൾ ഈ പൈസ, വലിയ പൈസക്കാരുടെ കയ്യിൽ പൈസ ഉണ്ട്, അവർക്ക് ചെയ്യാം. ഗൂഗിളിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അത് ഇവിടെയുള്ള SMCക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കാൻ ഈ പൈസ എവിടെ നിന്നുണ്ടാക്കും? ഇത്തരം ഫാമുകൾ ഉണ്ടാക്കാനുള്ള സ്ഥലം നമുക്കുണ്ടോ? ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഹൈദരാബാദിലോ എവിടെയോ ഒരു പ്രദേശത്ത് ഒരു സെർവർ ഫാം തുടങ്ങാൻ പോകുമ്പോൾ ആൾക്കാർ പ്രതിരോധിക്കുന്നത് ന്യായമാണ്. അത് ന്യായമല്ല എന്നല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം വലിയ ഫാമുകൾ നിലനിൽക്കുന്നത്.
അപ്പോൾ ഒരു കേരളം പോലുള്ളൊരു സമൂഹത്തിൽ വളരെ റിസോഴ്സസ് കുറവായ ഒരു സമൂഹത്തിൽ ഇത്തരം വലിയ ഫാമുകൾ ഉണ്ടാക്കാൻ നമുക്ക് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പൈസ ഉണ്ടാക്കാൻ പരിമിതിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടത്തിൽ AI വരുമ്പോൾ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അവസരത്തിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അവിടെ ഒന്ന് ദീപക് കൃത്യമായി സൂചിപ്പിച്ചു, ഇതിൻ്റെ അടിസ്ഥാനപരമായ സാങ്കേതികതയെ, ടെക്നോളജിയെ നമ്മൾ ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. വലിയ ഡാറ്റ സെൻട്രിക് അല്ലാത്ത, ഡാറ്റ ഫോക്കസ്ഡ് അല്ലാത്ത സാങ്കേതിക വിദ്യകൾ, കുറച്ചുകൂടെ മോഡൽ അല്ലെങ്കിൽ അൽഗോരിതം സ്പെസിഫിക് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം IT വിഭവശേഷി നോക്കിയാൽ അതിലൊരു 16-17% പ്രൊവൈഡ് ചെയ്യുന്ന കേരളമാണ്. അപ്പോൾ കേരളത്തിന് IT-യുടെയോ ഇത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയോ വിഭവശേഷി ഇല്ലാഞ്ഞിട്ടല്ല, വിഭവശേഷി ഇൻ ദ സെൻസ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ശേഷി നമുക്ക് നന്നായിട്ടുണ്ടത്. പക്ഷേ ഈ 17% ആൾക്കാർ എവിടെയാണ്? അതിലൊരു ചെറിയ ശതമാനം മാത്രമേ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉള്ളൂ. ബാക്കി കുറച്ച് ശതമാനം കോഴിക്കോടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഏതൊക്കെയോ രാജ്യങ്ങളിലാണ്. അപ്പോൾ പക്ഷേ ഇവിടെ അത്തരമൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ, അതുപോലെ തന്നെ ടെക്നോളജി, എന്താ പറയുക, അൽഗോരിതം. മറ്റൊരു കാര്യം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. ഈ 3 സ്ഥലത്തും നമുക്കൊരു സാധ്യതയുണ്ട്. ആ സാധ്യത ഇന്നിപ്പോൾ MP മരിച്ചിട്ട് 2ാമത്തെ ദിവസമാണ്. MP ഒക്കെ ചിന്തിക്കുമായിരുന്ന, അല്ലെങ്കിൽ MP ഒക്കെ വളരെ ആക്റ്റീവായിരുന്നെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുമായിരുന്ന ഒരു കാഴ്ച നമുക്ക് പെർസ്യൂ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒന്ന്, നമ്മുടെ ഡാറ്റ. ഈ ഡാറ്റ ഇപ്പോൾ വലിയ LLMകൾ ഒക്കെ ചെയ്യുന്നത് പോലെ, ഇപ്പോൾ OpenAIയുടെ ഒരു കഥയുണ്ട്. OpenAI ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പുസ്തകശാലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് സ്കാൻ ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാം. ഈ സ്കാൻ ചെയ്ത് കിട്ടുന്ന ഇത്രയും കണ്ടൻറ്റ്, ഒരു കാര്യം, ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ വളരെ റെയറായിട്ടുള്ള പുസ്തകങ്ങൾ കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതവർ സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്നത് നിയമത്തിലെ, അവരിപ്പോൾ US-ലാണെങ്കിൽ US-ലെ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ വായിക്കുന്നതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വായിക്കുന്നത് ആരെന്ന് അതിൽ പറയുന്നില്ല, വായിക്കുന്നത് യന്ത്രമാണ്. ഈ യന്ത്രം വായിക്കാനായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയുന്നുണ്ട്, നശിപ്പിച്ച് കളയുന്നുണ്ട്. അതായത് മറ്റൊരു മനുഷ്യനത് വായിക്കാൻ പാടില്ല. അത് അങ്ങനെ സംഭവിക്കാൻ അവർക്ക് വലിയ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നാടാണ്. വലിയ ഒരു നെറ്റ്വർക്ക് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് അറിവിൻ്റെ നെറ്റ്വർക്ക് നമ്മളുടെ ഉള്ളിൽ ഇംപ്ലിസിറ്റായി കിടക്കുന്നുണ്ട്. ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട്, ഇതിനെ കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഒരു പബ്ലിക് ഡാറ്റ ട്രസ്റ്റ് നമ്മുടെ സൊസൈറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയുടെ അവകാശവും അതിൻ്റെ ലഭ്യതയും നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് നമ്മുടെ ഡാറ്റ? നമ്മുടെ ഡാറ്റ നമ്മുടെ പ്രായോഗികമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ ആയിരിക്കണം. അതായത് കേരളത്തിലുള്ള കിണറുകളുടെ എണ്ണം, അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അതിൻ്റെ ഗുണനിലവാരം, കക്കൂസുകളുടെ വിന്യാസത്തിനെ പറ്റിയിട്ടുള്ള അളവുകൾ, അല്ലെങ്കിൽ നമ്മുടെ സാനിറ്റൈസേഷൻ്റെ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക, നമ്മുടെ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകളുടെ വിശദാംശങ്ങൾ, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഡാറ്റയുണ്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പബ്ലിക് ഡാറ്റ ട്രസ്റ്റിലൂടെ ഉപയോഗിക്കാൻ പറ്റണം. ഇതിനൊരു സാധ്യതയുള്ളത് ഓപ്പൺ ഡാറ്റ എന്ന ആശയം കഴിഞ്ഞ ഒരു ദശകമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റേതായുള്ള സപ്പോർട്ടും പൊതുസമൂഹത്തിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റയെ ഓപ്പൺ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ പൂൾ ചെയ്യാനും അതിനെ ലഭ്യമാക്കാനുമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അവകാശം നമുക്കാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. രണ്ടാമത്തത്, ഇതുപോലെ തന്നെ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഒരിക്കലും ഒരു സംവിധാനത്തിനോ ഒരു പ്രത്യേക NGOയ്ക്കോ ഒരു ഓർഗനൈസേഷനോ ഇത്തരം വലിയൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഇത്തരം സംവിധാനങ്ങളുടെ ഒരു കളക്റ്റീവിന്, ഒരു കോഓപ്പറേറ്റീവ് ഒരു എക്കോസിസ്റ്റത്തിന് ഇത്തരത്തിലുള്ളൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കും. അതിൽ തന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ക്രൗഡ് സോഴ്സിങ്ങിലൂടെ അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കി. ഇതിന് വേണ്ട കുറച്ച് അടിസ്ഥാന ഘടകങ്ങൾ, ഇപ്പോൾ GPU NPU എന്നൊക്കെ സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് കിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ
ലോകത്തിൻ്റെ ഇതിൻ്റെ കുത്തക മുഴുവൻ ചൈന ഉണ്ടെന്നൊക്കെ ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. ആക്ച്വലി ഇപ്പോഴും കുത്തക അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്കയിലെ എൻവിഡിയ എന്ന കമ്പനിയാണ് ഈ GPUs നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻവിഡിയയ്ക്ക് ഒരു രാജ്യത്തിന് GPUs കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക കൃത്യമായി പറയുന്നുണ്ട് ചൈനയ്ക്ക് കൊടുക്കരുത്, ഇന്ത്യക്ക് കൊടുക്കാനൊരു കോട്ടയുണ്ട്, ആ കോട്ടയ്ക്കകത്തേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാൽ കൂടിയും ഇത്തരം GPUs നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ മറ്റു വ്യവസായങ്ങൾ, ഇപ്പോൾ സെമി കണ്ടക്ടർ ബിസിനസ് പോലുള്ള അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി പോലുള്ള സംവിധാനങ്ങളെ നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ സംസ്ഥാനത്തിനകത്തും സൃഷ്ടിച്ചെടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിൻ്റെ ടെക്നോളജി മാറേണ്ട സാഹചര്യമുണ്ട്. ഇതിനാവശ്യമായ അൽഗോരിതം ഡെവലപ്മെൻറ്റ് നമുക്ക് വലിയ ഒരു ഹിസ്റ്ററി ഉണ്ട്, ആ ഹിസ്റ്ററി യൂസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള പബ്ലിക് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു വ്യക്തിക്ക് പറ്റില്ല, ഒരു സംവിധാനത്തിന് പറ്റില്ല, ഒരു ഓർഗനൈസേഷന് പറ്റില്ല, പക്ഷേ ആസ് എ സൊസൈറ്റി നമുക്കിത് പറ്റും. ഇതിലേക്ക് പോകാൻ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഈ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ടാലൻറ്റ്. ടാലൻറ്റിനകത്താണ് വളരെ അടുത്തൊരു പ്രശ്നം. നമ്മൾ 17% നമ്മുടെ ടാലൻറ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും അവരെ നമുക്ക് കിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു AI മേഖലയ്ക്കകത്തുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ ശമ്പളം ചോദിച്ചാൽ തല കറങ്ങിപ്പോവും. ഇപ്പോൾ ഞാനൊരു 23 കൊല്ലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടിയാണ് AI മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത്തരം ടെക്നോളജിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, ടെക്നോളജിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കണം. ആ ശേഷിക്ക് എന്ത് സാധിക്കുക? അതിന് നമുക്ക് വളരെ ബേസിക്കായിട്ട് ഒരു AI ലിറ്ററസിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ AI എന്ന സാങ്കേതിക വിദ്യ പരിചയപ്പെടണം. അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പൊളിറ്റിക്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കൊച്ചു കൊച്ചു ഇടങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ഇടങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിനെ AI ലിറ്ററേറ്റ് ആക്കാൻ പറ്റും. പക്ഷേ AI ലിറ്ററേറ്റ് ആക്കണമെന്ന് പറയുമ്പോഴും കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കേരള ഗവൺമെൻറ് ഉൾപ്പെടെ കാണിച്ചിട്ടുള്ള ചില ഗിമ്മിക്കുകളുണ്ട്. ഒറ്റ സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഡിജിറ്റൽ ലിറ്ററസിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്രഖ്യാപനമൊക്കെ നടത്തി. നടക്കില്ല, ആ പരിപാടിയല്ല വേണ്ടത്. നമുക്ക് ദീർഘകാലയളവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ബൗദ്ധിക നേതൃത്വം കേരളത്തിനകത്ത് ഉണ്ടായി വന്നേ മതിയാവും. അതിനുള്ള ശേഷി നമുക്കിപ്പോഴും ഉണ്ട്, പക്ഷേ അതിനെ കൃത്യമായി പൊളിറ്റിക്കലി കൊണ്ടുവരാനുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ. ഇവിടെയാണ് ശരിക്കും നമുക്ക് മുന്നേറാനുള്ള വലിയ സാധ്യതകൾ ഒളിച്ചു കിടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീപക്, താങ്കൾ കോപ്പറേറ്റീവ് AI പറ്റി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെ സാധ്യതകളും അരുൺ പറഞ്ഞ പോലെ എന്തൊക്കെ സാധ്യമാകും കോപ്പറേറ്റീവ് AIയിലൂടെ? കോപ്പറേറ്റീവ് AI എന്ന് നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന 1-2 റിസൾട്ട് ഉണ്ട്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ AI ഏജൻറ്റുകൾ എന്ന് പറയുന്ന കുറച്ച് സംഗതികളുണ്ട്. ഈ AI ഏജൻറ്റുകൾ തമ്മിൽ കോപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊരു അബ്യൂസ് ഓഫ് ദ വേർഡാണ്. കോപ്പറേറ്റിവിസം എന്ന് പറയുന്നത് ഈ എക്കണോമിക് ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു 1800-കളിലും മറ്റുമൊക്കെ ഉടലെടുത്ത വലിയ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കകത്ത് എങ്ങനെയാണ് AIയെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും കോപ്പറേറ്റീവ് മേഖലകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ എത്ര ഷെയറുള്ള ആൾക്കും ഒരു വോട്ടാണുള്ളത്. വൺ പേഴ്സൺ വൺ വോട്ട് എന്നുള്ള, 1 മെമ്പർ 1 വോട്ട് ഉള്ളൊരു മോഡലാണ്. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ പോലെ അല്ല. അപ്പോൾ ആ രീതിയിലൊരു ഡെമോക്രാറ്റിക് ആയിട്ട് എങ്ങനെ AI നിർമ്മിക്കാൻ പറ്റും, അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും AI പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിശാലമായ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഈ AIയുടെ വിമോചനപരമായ ബദലുകൾ എന്നുള്ളതിലേക്ക് എന്നുള്ളൊരു വിശാലമായ ക്യാൻവാസിൻ്റെ അകത്താണ് ഇത് നിൽക്കുന്നത്. AI വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പുരോഗമനപരമായ ദിശയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു പക്ഷേ എന്ന് വെച്ചാൽ വളരെ ചുരുക്കം എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി വിക്കിപീഡിയയുടെ ഒരു AI പോളിസിയാണ്. വിക്കിപീഡിയ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, വലിയ തോതിൽ കണ്ടൻറ്റും മറ്റൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ പറയുന്നത് പുട്ട് ഹ്യൂമൻസ് ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസിയാണ് അവർ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ ടൈറ്റിലിനോട് എത്രത്തോളം അതിൻ്റെ പോളിസിയുടെ ഡീറ്റെയിൽസ് നീതി പുലർത്തുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് വാദിക്കാം, ചർച്ച ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷേ പുട്ട് ഹ്യൂമൻസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ചൈനയുടെയും മറ്റുമൊക്കെ AI ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഷ നമുക്ക് ദൃശ്യമാകും. ഒന്ന്, ഈ AI എന്ന് പറയുന്നത് ഒരുപാട് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സംഗതിയാണല്ലോ. ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സോഷ്യൽ നീഡ്സ് മനസ്സിലാക്കാൻ സാധിക്കും
എന്നുള്ളത്, ഫൈൻഡിങ് സോഷ്യൽ നീഡ്സ് യൂസിങ് ഡേറ്റ എന്നുള്ളൊരു സംഗതി. അപ്പോൾ അതിലൂടെ ഒരു പക്ഷേ സോഷ്യൽ നീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാവുമ്പോഴത്തേക്കും ഈ സൊല്യൂഷൻസും സോഷ്യലാവും. അപ്പോൾ ഇത് നേരത്തെ അരുൺ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പുസ്തകത്തെക്കുറിച്ചും മറ്റൊക്കെ എയുടെ അടുത്ത് ചോദിക്കുകയാണെന്ന് കരുതുക, ഈ ഒരു പുസ്തകം കണ്ടു, എവിടെ കിട്ടും എന്ന് ചോദിക്കുകയാണെന്ന് കരുതുക. നമ്മൾ നാട്ടിൻപുറത്ത് ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾ പറയും ഇന്നയാൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഗ്രന്ഥശാലയിൽ കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട് എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഇതെപ്പോഴും ആമസോണിൽ നിന്ന് സജസ്റ്റ് ചെയ്യുള്ളൂ, ആമസോണിൽ പോയി വാങ്ങാൻ പറ്റും എന്ന് സജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് പറയാം, നിങ്ങൾ പറയേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇത് ബേസിക്കലി സോഷ്യലല്ല ഈ ഉത്തരങ്ങൾ. ഈ AI ചാറ്റ് ബോട്ട്സ് തരുന്ന ഉത്തരങ്ങൾ സോഷ്യലല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ ആഗോള എല്ലാ ഡേറ്റയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിൽക്കുന്ന മാർക്കറ്റിൻ്റെ വാല്യൂസ് ആയിരിക്കും അത് പ്രതിഫലിപ്പിക്കുക. സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യലായിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെ വികസിപ്പിക്കാം? സോഷ്യലായിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അധ്വാനവും സാങ്കേതിക വിദ്യയും വളരെ ഇഴചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും അത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു പക്ഷേ മാർക്സിൻ്റെ ഒരു വാചകത്തിന് അദ്ദേഹം പറയുന്നൊരു സംഗതി ഉണ്ട്, അനിഹിലേഷൻ ഓഫ് സ്പേസ് ബൈ ടൈം. അതായത് ഞാൻ എയുടെ ലോകത്തേക്ക് വരുമ്പോൾ അനിഹിലേഷൻ ഓഫ് കോമൺ സെൻസ് ബൈ ഡേറ്റ എന്നോ അനിഹിലേഷൻ ഓഫ് എവറിത്തിങ് ബൈ ഡേറ്റ എന്നോ മറ്റോ നമുക്ക് പറയാം. എല്ലാത്തിനും പകരം വെക്കാൻ ഡേറ്റ മതി എന്നുള്ളൊരു ലോകമാണ്. പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. ഒരു മനുഷ്യനൊരു സാമൂഹിക രാഷ്ട്രീയ ജീവിയാണെന്നുള്ള നിലയ്ക്ക് അതിൽ മൂല്യങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും ഡേറ്റവൽക്കരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് അടുത്ത് പറയുകയാണെങ്കിൽ പറയുക ഇതിനെ എല്ലാത്തിനെയും നമുക്ക് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്ത് ബ്രെയിൻ ഇൻ്റർഫേസ് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഡേറ്റ ഉപയോഗിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. എന്ന് വെച്ചാൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ സബ്ജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ അംശങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയുമായിട്ട് ഒത്തിണങ്ങി പ്രവർത്തിക്കുക? മനുഷ്യനെ ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ള ഒബ്സഷനിലല്ല, മനുഷ്യനെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു ഒബ്സഷനിൽ എങ്ങനെയായിരിക്കാം AI ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കാം നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു പക്ഷേ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഒരു സീക്വൻസ് ഓഫ് പ്രോസസ്സ് ഉണ്ടെന്ന് കരുതുക. ആ പ്രോസസ്സിൽ കുറേയധികം മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന കുറച്ച് സെഗ്മെൻറ്റ്സ് ഉണ്ടാവും, അതിനിടയ്ക്ക് ടെക്നോളജീൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള പൈപ്പ് ലൈൻസ് ആയിരിക്കണം നമ്മളൊരു പക്ഷേ ഡെവലപ്പ് ചെയ്യേണ്ടത്. ടെക്നോളജിയെ നമ്മൾ ഒരിക്കലും എന്ന് വെച്ചാൽ ടെക്നോളജിക്ക് ഒരു ലിബറേറ്ററി എലിമെൻ്റ് ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിനൊരു മൊബൈൽ ഫോണിൽ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ നമ്പർ ഓർക്കേണ്ടതില്ല. അതൊരു ടെക്നോളജി തരുന്ന ഫ്രീഡം ഉണ്ട്. അതല്ലെങ്കിൽ ഒരു ഊന്നുവടി, ഒരു സാങ്കേതിക വിദ്യ ആണെങ്കിൽ ഊന്നുവടി കൊണ്ട് നമുക്ക് ഒരു പക്ഷേ വീഴാതെ നടക്കാം. അതൊക്കെ തരുന്ന ഒരു എംപവർമെൻ്റ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും ചെയ്യണം. പക്ഷേ അതേസമയം ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റീസിനെ ഒഴിവാക്കിക്കൊണ്ടല്ല, ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനൊരു സാമൂഹിക രാഷ്ട്രീയ ജീവിയാണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ. അത്തരത്തിലുള്ള പല സൂചനകളും പല ദിശകളിൽ നിന്നും വരുന്നുണ്ട്. അതൊരു പക്ഷേ എന്ന് വെച്ചാൽ ഇന്നത്തെ വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടൊരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയാണെന്നുള്ളതുകൊണ്ട് ചില കോണുകളിൽ അവിടെ ഇവിടെയും പാർശ്വങ്ങളിലും മറ്റുമൊക്കെ ചില കാര്യങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ചൈനയുടെ ഇതിൽ നിന്നാവാം, അതുപോലുള്ള ചില നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഭാഗത്തു നിന്നാവാം, അല്ലെങ്കിൽ പല ചാരിറ്റീസിൻ്റെ ഭാഗത്തു നിന്നാവാം. അതുപോലുള്ള ചില ബദലുകളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത 5 വർഷത്തിലും മറ്റുമൊക്കെ അത്തരം ബദലുകൾ ഒരു പക്ഷേ അതിൻ്റെ ശൈശവ കാലം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തും എന്നും പ്രായോഗികമായിട്ടുള്ള സമ്പൂർണ്ണ ബദലുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുമെന്നും അതൊരു ഓപ്ഷനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമെന്നൊക്കെ വിചാരിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പ്രത്യാശിക്കാൻ സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു.